നമസ്കാരം. ചില രാത്രികൾ, ചില പകലുകൾ നമ്മൾ ഉണരുമ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നത്തെ ഒരു ദിവസം നമുക്കുണ്ടാക്കുന്ന വേദന വളരെ വലുതാണ്. ഇന്നലെ രാത്രി ഒരു 3 മണിയായപ്പോൾ 3 മണിക്ക് മുമ്പായിട്ട് ഞാനൊന്ന് ഉണർന്നു. എന്തോ ദുഃഖിപ്പിക്കുന്നൊരു വാർത്ത കേൾക്കുമെന്ന് എനിക്ക് തോന്നി. അത് തോന്നലാണ്, എല്ലാ മനുഷ്യർക്കും തോന്നലുണ്ടാകുമല്ലോ. ഒരു 3 മണി എത്തുന്നതിന് മുമ്പ് എനിക്കൊരു ഫോൺ അടിച്ചു. ഫോൺ എടുത്തപ്പോൾ സാധാരണ കിടക്കുന്നതിൻ്റെ അടുത്ത് മൊബൈൽ വയ്ക്കാൻ ടീച്ചർ സമ്മതിക്കില്ല. ഞാൻ ദൂരത്താണിത് വെക്കാറ്. ഫ്ലൈറ്റ് മോഡിലിട്ട് വെക്കുകയും ചെയ്യും. ഇന്നലെ അതും ചെയ്തില്ല. എന്താണെന്നറിയില്ല. ഒരു 2:45-3 മണിക്കിടയ്ക്ക് ഒരു ഫോൺ വന്ന് എടുത്തപ്പോൾ ഒരു പൊട്ടിക്കരച്ചിലാണ് ഒരു ചെറുപ്പക്കാരൻ്റെ. സ്വാമി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം, അസമയത്ത് വിളിച്ചതിൽ ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഒന്നുമില്ല, പറയൂ. അപ്പോൾ സ്വാമി, ഞാനും അമ്മയും അനിയനും കൂടെ സ്വാമി അവിടെ കാണാൻ വന്നിരുന്നു. ഞാൻ ചോദിച്ചു, എപ്പോഴാണ്? ഡിസംബറിൽ കാണാൻ വന്നിരുന്നു. എന്നിട്ട്? അപ്പോൾ സ്വാമി തലക്കാവേരി പോയി കുളിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ സ്വാമി പറഞ്ഞു, ഒന്നും പറയണ്ട, നിങ്ങൾ പോയി കുളിക്കൂ, നിങ്ങളുടെ വിധി ബന്ധിച്ച് കിടക്കുകയാണ്, വിധി മാറ്റുകയാണ് ഏറ്റവും അത്യാവശ്യം, അതിന് പൂജ പരിഹാരങ്ങളില്ല. എൻ്റെ ഒരു അനുഭവം വെച്ചും എൻ്റെയും കൂടെ അനുഭവം വെച്ചും പരിഹാരങ്ങൾക്കില്ലാത്ത തലവിധി മാറുന്നു എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് തലൈക്കാവേരി. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ കാഞ്ഞങ്ങാട് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മളൊരു 10-90 കിലോമീറ്റർ പോകണം എന്ന് എൻ്റെ ഓർമ്മ. ബസ്സുണ്ട്, പിന്നെ വണ്ടിയുള്ളവർക്ക് സൗകര്യമാണ്. ഞാനിവിടെ ട്രെയിനിൽ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് പോകാറാണ് പതിവ്. അപ്പോൾ അമ്മയും പിന്നെ ഞാനും പിന്നെ അനിയനും കൂടെയാണ് വന്നത്. സ്വാമി ഒന്നും പറഞ്ഞില്ല. ഇത് പറഞ്ഞിട്ട് പിന്നെ തലക്കാവേരി പോയി കുളിച്ചിട്ട് വരൂ, വിധി ബന്ധിച്ചിരിക്കുന്ന സമയമാണ്, ഞാൻ മറ്റൊരു കാര്യവും പറയില്ല എന്ന് പറഞ്ഞു എന്നാണ് ആ ചെറുപ്പക്കാരൻ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞത്. വലിയ പ്രായമില്ല. അമ്മ ഇപ്പോൾ പെട്ടെന്ന് വയ്യാതായി, വെന്റിലേറ്ററിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞിരുന്നു? തലക്കാവേരി പോയി കുളിക്കാൻ പറഞ്ഞിരുന്നു. പോകാൻ പറ്റുമോ? ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ മരിച്ചതാണ്, ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ സ്വാമി. പൊട്ടിക്കരയുവാണ്. സ്വാമി പ്രാർത്ഥിക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ രാവിലത്തെ പകലായി തുടങ്ങുന്ന രാത്രി 2:30-3 മണിയാകുന്നതേ ഉള്ളൂ. ഞാൻ ആകെ തകർന്നു പോയി. ഞാൻ പറഞ്ഞു, മോനെ, സമയം അനുകൂലമല്ല. അപ്പോൾ ടീച്ചർ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് വിളിക്കൂ, ഞാൻ സ്വാമി പ്രാർത്ഥിക്കണം, സ്വാമി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 8-9 മണിക്ക് എന്നെ വിളിക്കണം എപ്പോഴായാലും എന്ന് പറഞ്ഞു. ടീച്ചർ ഉണർന്നിട്ട് ചോദിച്ചു എന്താണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു അമ്മയും മകനും 2 മക്കളും കൂടെ എന്നെ കാണാൻ വന്നിരുന്നു. ഒരു പഞ്ചാബിലൊക്കെ അവിടെ ജോലിയൊക്കെ ചെയ്തിരുന്നത്. എനിക്ക് അമ്മയെ ഓർമ്മയുണ്ട്. ഇപ്പോൾ അമ്മ പെട്ടെന്ന് വയ്യാതായി, ആശുപത്രിയിലായി. പക്ഷേ ഈ സമയം വെച്ച് കാലം അനുകൂലമല്ല. ഞാൻ തലക്കാവേരി പോയിട്ട് മരണവിധി മാറ്റാൻ പറ്റേയില്ല. മരണവിധി കാണും. ചില ദുർഘടമായിട്ടുള്ള ചില വിധികളുള്ളപ്പോൾ ഞാൻ ഫലം പറയില്ല. ഞാൻ പറയും, നിങ്ങൾ അവിടെ പോയിട്ട് വരൂ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്നെ പറയാൻ പാടില്ല. പൂജയൊന്നും പരിഹാരമില്ല കലിയുഗത്തിൽ. സ്വാമി, എന്തെങ്കിലും പരിഹാരമുണ്ടോ? പരിഹാരം അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. പൂജയൊന്നും എല്ലാത്തിനും പരിഹാരമില്ല. ഞാൻ പിതൃഹോമങ്ങൾ ചെയ്യും, അത്യാവശ്യമുള്ള ശത്രുതാ സംഹാരം, അത് പൂർവികമായിട്ട് നോക്കിയിട്ടേ ഞാനത് ചെയ്യാൻ പറയുള്ളൂ. അത് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. കാരണം ഞാൻ മാന്ത്രികം അത്ര കർക്കശമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ടീച്ചറോട് വന്നിട്ട് ചോദിച്ചു, എന്തായി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ടീച്ചർ ഒരു 9 മണി കിടക്കില്ല, മൃത്യു ലക്ഷണം. അപ്പോൾ സ്വാമി ഇന്നലെ വൈകുന്നേരം പറഞ്ഞിരുന്നല്ലോ ഒരു മരണം കേൾക്കുമെന്ന്. ഞാൻ പറഞ്ഞിരുന്നു. എനിക്കൊരു ലക്ഷണം തോന്നി. ഒരു മരണം ഞാനുമായിട്ട് ബന്ധപ്പെട്ടതോ ഇല്ലെങ്കിൽ ഒരു മരണം എന്നെ വിളിച്ചറിയിക്കുകയോ ചെയ്യും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഇതൊന്നും പറയാൻ സിദ്ധികളൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് സ്വാമി എന്നാൽ പിന്നെ മരണം പറയൂ, അവിടെ വെള്ളത്തിൽ ഒഴുകിപ്പോയവരുടെ മരണം പറയൂ, ചൂരൽമലയിൽ ഒഴുകിപ്പോയതിൻ്റെ ഫലം പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊന്നും കാണിക്കാനും ചെയ്യാനും പറ്റുന്ന അവസ്ഥയിലുള്ളല്ല ഞാൻ എങ്ങനെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളെ കുറച്ച് പ്രേക്ഷകരോട് എന്തെങ്കിലുമൊക്കെ പങ്കുവെച്ച് കടന്നു പോട്ടെ. എന്തായാലും ഞാൻ പിന്നെ വരുന്ന വഴി പയ്യൻ വിളിച്ചു. 7:20 അമ്മ പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുവാണ്. ഞാൻ ആലോചിക്കുകയാണ്, മനുഷ്യൻ നമ്മളെപ്പോഴെങ്കിലും നമ്മളെ രോഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും ലൈഫ് ഇൻഷുറൻസ് എടുത്ത് 1000 വർഷം ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും, ഭൗതിക സുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കും, അധികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ഭൂമി, സ്വത്ത്, ഭൗതിക സുഖങ്ങളിലേക്ക് ആറാടി ജീവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും, സ്വപ്നങ്ങൾ മാത്രം കാണും, കടബാധ്യതകളെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കും. ഒരു പനി വന്നാൽ തീരുന്നതല്ലേ ഉള്ളൂ. ഈ നിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ലാതെ എത്രയോ കാലം ജീവിച്ചിരിക്കും നമ്മൾ എങ്ങനെയാണ് പറയാൻ കഴിയുക? എൻ്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്.
ഞാനിപ്പോൾ ഇന്നലെ ടീച്ചറിനോട് പറയുന്നത് എനിക്ക് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. ഞാനിത് പറയാനുള്ളതിൻ്റെ കാരണം എന്നെ മെനിഞ്ഞാന്നൊരാൾ വിളിച്ചു. എന്നെ ആരും സുനി എന്നൊക്കെ പണ്ട് അമ്മ കുട്ടിക്കാലത്തൊക്കെ അമ്മ ഉൾപ്പെടെ അന്നത്തെ ഒരു കാലത്ത് ബാല്യത്തിലൊരു 10 വയസ്സിന് താഴെയുള്ള കാലത്തൊക്കെ സുനിമോൻ എന്നൊക്കെ വിളിക്കും, സുനിക്കുട്ടൻ സുനിമോൻ എന്നൊക്കെ വിളിക്കും. അമ്മുമ്മയൊക്കെ കുട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇഡ്ഡലി 3 മാസം പ്രായമുള്ളപ്പോൾ 3 ഇഡ്ഡലി കഴിക്കൊണ്ട് ഇഡ്ഡലി കുട്ടൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ആഹാരപ്രിയനായിരുന്നു. പിന്നെ അമ്മ സുനി എന്ന് വിളിച്ചു. പലരും കുട്ടൻ എന്നാണ് വിളിക്കണം, അച്ഛൻ്റെ വീട്ടുകാരൊക്കെ. അപ്പോൾ ഒരാൾ എന്നെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സുനിയല്ലേ? അപ്പോൾ ഞാൻ ഒരു നിമിഷം എത്രയോ കാലത്തിന് ശേഷം കേൾക്കുന്നതാണ്. ഇതിന് കഴിഞ്ഞ ആഴ്ചയും എൻ്റെ ഒരു ബന്ധു വിളിച്ചിരുന്നു, സുനിലെ വിളിച്ചു. എനിക്കതിലൊന്നും വിരോധമൊന്നുമില്ല, കാരണം ബന്ധങ്ങളൊന്നുമില്ല. ബന്ധുക്കൾ 2012 എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് ബന്ധുക്കളില്ല, ഒരു മനുഷ്യരുമില്ല, ഒന്നുമില്ല. എല്ലാം രണ്ടാമത് ഈ പ്രിയപ്പെട്ട DNA പ്രേഷർ ഉൾപ്പെടെ ഉള്ളവർ, എൻ്റെ ചുറ്റും ഇപ്പോൾ നിൽക്കുന്നവർ, ആയിരക്കണക്കിൻ്റെ ഫോളോവേഴ്സ്, എനിക്ക് സ്നേഹിക്കുന്നവർ, എൻ്റെ ചെറിയ കാര്യങ്ങൾ പോലും വലുതായിട്ട് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാതെ രക്തബന്ധങ്ങളിലുള്ള ആരുമില്ല, നഷ്ടപ്പെട്ടു പോയി. ഞാനത് കപടസന്യാസ ഒരു ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിളിച്ചിട്ട്, സുനി പിന്നെ എവിടെ ഇപ്പോൾ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊന്ന് സീരിയസ് ആയി, കാരണം ഇത് ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ ചോദിച്ചു, ആരാണ്? അത് അറിയാവുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞു, അങ്ങനല്ലല്ലോ, ആരാണെന്ന് പറയൂ. അല്ല, ഞാൻ സ്വാമിന്ന് വിളിക്കണോണ്ട് പ്രശ്നമുണ്ടോ? ഞാൻ വെച്ചു, താങ്കൾ ആരാണെന്ന് പറയൂ. അപ്പോൾ പുള്ളി ഒരു പേര് പറഞ്ഞു. അദ്ദേഹം ചോദിച്ച അടുത്ത ചോദ്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അല്ല, നിങ്ങൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു, നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകളുടെ മകൻ്റെ ഒരു വിവാഹം ഉണ്ടായിരുന്നു. ആ വിവാഹത്തിൽ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും പങ്കെടുത്തു. അപ്പോൾ ആരൊക്കെയോ എന്നെ തിരക്കിയപ്പോൾ ഈ പാവപ്പെട്ട ഹതഭാഗ്യനായ ഈ മനുഷ്യൻ സുനി വന്നില്ല എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് എൻ്റെ ഈ 2012 അവസാനിച്ച ഒരു ഭൗതിക ജീവിതത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഇതെങ്ങനെയൊക്കെ നമ്പർ തപ്പിയെടുത്ത് പിടിച്ചപ്പം ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയിട്ടില്ല. എൻ്റെ മറ്റൊപ്പം ജനിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു, എന്നെ പരിചയമുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ബ്രദറുണ്ട്, അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ സന്തോഷം. പക്ഷേ ഈ മനുഷ്യർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു മരിച്ചു, 2012 മരിച്ചുപോയി. മരിച്ച് രണ്ടാമത് ഞാൻ ജനിച്ചിട്ടുണ്ട്. രണ്ടാമത് ജനിച്ചപ്പോഴാണ് എനിക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയത്. സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരും ഒക്കെ എന്താണെന്ന് മനസ്സിലാകുന്നവർ, ചേർത്ത് പിടിച്ചവരെന്താണെന്ന് മനസ്സിലാകുന്നവർ, പണമില്ലെങ്കിൽ ഒരു മനുഷ്യനെ മറ്റുള്ളവർ എങ്ങനെയാണ് കാണുന്നത്, അത് ബന്ധുക്കളായിക്കട്ടെ സുഹൃത്തുക്കളായിട്ട് എങ്ങനെയാണ് കാണുന്നു എന്ന് മനസ്സിലാക്കിയത്. അതാണ് എൻ്റെ കപടസന്യാസിയുടെ ആത്മകഥ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ബന്ധങ്ങളെ നിലനിർത്തുന്ന തരത്തിലുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഞാനീ പറയുന്നത്, ഞാനിതെൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ രാമേശ്വരത്ത് ടീച്ചറെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രാമേശ്വരത്ത് പോയിട്ട് ചത്താൽ ബലിയിടാൻ, മരിച്ചുപോയാൽ ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് പിതൃക്ക് അലയരുതല്ലോ, എന്നാൽ പ്രേതലോകത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളെന്നുള്ള നിലയിൽ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി എനിക്ക് ബലിയിട്ടു, കാരണം വേറെ ആരുമില്ല ബലിയിടാൻ. ബലിയിടാൻ അങ്ങനെ എൻ്റെ സങ്കല്പമാണ്, ആത്മബലി ചെയ്യാൻ. ഞാനത് ചെയ്തു, കാരണം ആരുമില്ല. പണമില്ലാത്തവനെ ഒരു പട്ടിക്കും വേണ്ട. അത് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. കാരണം ഞാൻ വെമ്പായത്തൂടെ നടക്കുമ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ എന്നെ കാണുമ്പോൾ തേങ്ങിക്കരഞ്ഞുകൊണ്ട് എൻ്റെ ജഗത്തേക്ക് ചാടിക്കയറുന്ന നിരവധി ഭൈരവന്മാരുണ്ട്. അവർക്ക് എന്നെ കണ്ടില്ലെങ്കിൽ, ഒരു ദിവസം കണ്ടില്ലെങ്കിൽ പിറ്റേ ദിവസം കാണുമ്പോൾ അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നതുണ്ട്. മനുഷ്യരെക്കാൾ നാൽക്കാലികൾ കാണിക്കുന്ന സ്നേഹം. കാക്കകൾ, ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ച് കൊടുക്കുമ്പം ഒരു കാക്ക പോലും ഇല്ലാത്ത സമയത്ത് ഞാൻ ബിസ്ക്കറ്റ് പൊടിച്ച് വയ്ക്കുമ്പോൾ വിനയൻ്റെ കടയുടെ അവിടെ വെമ്പായത്തെ എന്തോരം കാക്കകളാണ്. നമ്മളെങ്ങനെയാണ് മനുഷ്യനെ സ്നേഹിക്കുക? ആ ചെറുപ്പക്കാർ പൊട്ടി നമ്മളെ നാളെ കാണാമെന്ന് എങ്ങനെയാണ് പറയുക? മനുഷ്യരെന്താണ് ഇങ്ങനെയായി പോകുന്നതല്ലേ? നമുക്കെല്ലാം ഉണ്ടാകും, പക്ഷേ ഒരു പനി വന്നാൽ, നല്ലൊരു പനി വന്നാൽ തീർന്നു പോകുന്നതാണ് ജീവിതം. അവിടെ അധികാര കസേരയില്ല, സമ്പത്തില്ല, AC മുറികളില്ല, ഇല്ലേ? ഭൗതികങ്ങളിൽ ഭ്രമിച്ച് ആഡംബരപൂർവമായ ജീവിതം നയിച്ച്, നമ്മളെ റോയിയെ പോലെ അദ്ദേഹത്തിന് ആഡംബരപൂർവമായ ജീവിതം നയിച്ച് സ്വന്തമായിട്ട് ഹെലികോപ്റ്ററും വാഹനങ്ങളും സമ്പത്തും വീടുള്ളപ്പം 1.5 കോടി സ്ക്വയർ ഫീറ്റിലുള്ള ഹോട്ടൽ മുറികളിൽ പോയിട്ട് ആ ഫ്ലോർ മുഴുവൻ ഇട്ട് താമസിക്കുകയും ചെയ്ത് ജീവിതം അങ്ങ് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് അവസാനം എന്താണ്? സ്വന്തം ഹൃദയത്തിലേക്ക് വെടിയുണ്ട തുളച്ച് കയറ്റി മരണാവസ്ഥ. ഇത് എത്രയോ കാലം ജീവിക്കേണ്ടതാണ്. സ്നേഹമുള്ള മനുഷ്യനാണെന്ന് എല്ലാവരും പറയുന്നത്. ഒരാപത്ത് പോയി പറഞ്ഞാൽ, ഒരാവശ്യം പോയി പറഞ്ഞാൽ സഹായിക്കുന്ന മനുഷ്യൻ. പക്ഷേ എവിടെയോ ഒന്ന് പിഴച്ചു. ഒരു നല്ല ഉപദേശകരില്ലാത്തതിൻ്റെ ഒരു വലിയ കുഴപ്പമാണ്. ഞാൻ പലരോടും പറയാറുണ്ട്, ഒരു വസ്തു മേടിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം.
പണയം വയ്ക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ ശ്രദ്ധയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആവശ്യം. പലതരത്തിൽ ചെകുത്താന്മാരായി ജനിച്ചവരുണ്ട്. ഇപ്പം എൻ്റെ ഒരു പഴയ സുഹൃത്തിന്, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു താൻ ഹാജരായി. ഈ ഒരു ഇച്ചിരി വൈകല്യമൊക്കെ ഉള്ള ഒരാളാണ്. അയാളൊരു കോടീശ്വരനായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. താനൊരു വലിയ കോടീശ്വരനാണ്. തനിക്ക് തമിഴ്നാട്ടിലൊക്കെ ഏക്കർ കണക്കിന് കശുവണ്ടി ഫാക്ടറികളുണ്ട്. തനിക്ക് 10-120 കോടി ലോറികളുണ്ട്. തനിക്ക് അതുണ്ട് ഇതുണ്ട്. അപ്പോൾ തന്നെ നോക്കാൻ കല്യാണം കഴിച്ചിട്ടില്ല, തന്നെ നോക്കാൻ ആരുമില്ല. അപ്പം ഈ നമ്മുടെ സുഹൃത്തിന് ഒരു മകനുണ്ട്. ആ മകന് ഞാൻ ഈ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കാം, എല്ലാം ചെയ്യാം, എല്ലാ സൗഭാഗ്യങ്ങളും ചെയ്യാം, എല്ലാം ഞാൻ അവന് കൊടുക്കാം. അപ്പോൾ എന്നെ ഇദ്ദേഹം വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇയാളെ എൻ്റെ അടുത്തൊന്ന് കൊണ്ടുവരൂ. ഈ കോടീശ്വരനായ കശുവണ്ടി ഫാക്ടറിയും ഇഷ്ടംപോലെ സ്വത്തും പണവും ഒക്കെ ഉള്ളവനെ എൻ്റെ അടുത്തൊന്ന് കൊണ്ടുവരൂ, ഞാനൊന്ന് നോക്കട്ടെ. നോക്കാതെ ഒരു സാമ്പത്തിക സഹായവും ചെയ്യരുത്. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ, കോടീശ്വരനായിട്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന, ഞാൻ ഇത്രയൊക്കെ ദാനം ചെയ്യുന്ന ഒരാളാണോ, ഞാൻ ഇന്നയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്ന ഒരുപാട് മുഖങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട്, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടും, ഭംഗി വാക്കുകളുണ്ടും, അലക്കി തേച്ച ഷർട്ടിട്ടുകൊണ്ടും, പിന്നെ ഡൈ ചെയ്ത മുടിയും ഡൈ ചെയ്ത മീശയൊക്കെ വെച്ച് സ്വർണ്ണ വളയൊക്കെ ഇട്ട് നമ്മളടുത്ത് വരും. കാണാൻ ഒരു കുഴപ്പമില്ല. 10 പൈസ പോക്കറ്റിൽ ഒരു 100 രൂപ നോട്ട് മാത്രം ഇങ്ങനെ മടക്കി വെച്ചേക്കും, ബാക്കി ഒന്നും കാണില്ല. മറ്റുള്ളവരെ വഞ്ചിച്ചും ചതിച്ചും പറ്റിച്ചും ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരാളെ കൊണ്ട്, അയാൾ ഞാൻ ഇതൊക്കെയാണ്, എനിക്ക് അവിടെ സ്ഥലം ഇവിടെ സ്ഥലം അത് സ്ഥലം എല്ലാം ബാങ്കിലാണ്, ഒന്നുമില്ല കയ്യിൽ. ഞാൻ ഇന്നൊക്കെ സ്ഥാപനങ്ങളുടെ ഇന്നയാളാണ്. സത്യം പറഞ്ഞാൽ ഡ്രൈവർക്ക് ശമ്പളം കൊടുത്ത് 2 മാസമായി. പക്ഷേ കണ്ടാൽ പറയോ, വലിയ വില കൂടിയ കാറ്, വില കൂടിയ വീട്, ആഡംബരമായ ജീവിതം. അതിൻ്റെ അവസാനം ഈ റോയുടെ അവസാനം തന്നെ. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഞാനിന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് മറ്റേ സുഹൃത്ത് വിളിച്ചു, സ്വാമി പെട്ടുപോയി, സ്വാമി പറഞ്ഞതാണ് ശരി, അയാൾ പെടുത്തിക്കളഞ്ഞു. എത്ര ലക്ഷം രൂപയാണ് പെടുത്തിയേക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ നോക്കുമ്പം അദ്ദേഹം കടം കൊടുക്കാനുള്ള ആൾ വരെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുവാണ്. ഒരു വലിയ കോടീശ്വരൻ, കശുവണ്ടി ഫാക്ടറിയും ഇല്ല, ലോറിയും ഇല്ല, പുള്ളി അവിടെ ഏതോ ലോറിയെ ഡ്രൈവറായിട്ട് വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയാണ് ഈ കോടികൾ കൊടുക്കുക? ഒരു വീട്, ഒരു കുടുംബം മുഴുവൻ താറുമാറാക്കി കളഞ്ഞ് ഇത്തരമുള്ള വന്നു ചേരുന്ന ചില മനുഷ്യരെ വിശ്വസിച്ചാൽ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളും അപകടങ്ങളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. പണം വേണം, പണമുള്ളവനെ ഇവിടെ ഭൂമിയിൽ നിൽക്കാൻ പറ്റൂ. പക്ഷേ ഇതൊരു ഭയങ്കരമായി, ഞാൻ ഇന്ന് രാവിലത്തെ ഞാൻ പറഞ്ഞേ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഭർത്താവ് മരിച്ചുപോയി 2 മക്കളെ പോറ്റി വളർത്തി കൊണ്ടുവന്ന് രക്ഷപ്പെടാൻ നല്ല മാർഗം ഉണ്ടോ എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് അബദ്ധം മനസ്സിലായി. ഇതിന് പരിഹാരമില്ല, ഇത് വിധിക്ക് കീഴടങ്ങാൻ പോവാണ്, പോയി തലവിധി മാറ്റി വരൂ. മാറ്റിയില്ല. ഇന്ന് രാവിലെ അമ്മ മരിച്ചു. ആ മകൻ്റെ പൊട്ടിക്കരച്ചിൽ. ഞാൻ എന്നിട്ട് പറഞ്ഞു, മോനെ നിൻ്റെ ഗൂഗിൾ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ കുറച്ച് പൈസ അങ്ങോട്ട് തരാം. വേണ്ട സ്വാമി, ഒന്നും വേണ്ട. കാരണം അവനിവിടെ എന്നെ കാണാനായിട്ട് വരുമ്പം അമ്പലത്തിൽ 1000 രൂപ കൊടുക്കണമല്ലോ, അത് കൊടുത്തിട്ടുണ്ടാവും. ഇന്നത്തെ സിറ്റുവേഷൻ ആരുമില്ല, ബന്ധുക്കളില്ല. പണമില്ലാത്തവൻ എന്ത് ബന്ധു? പണമില്ലാത്തവന് ബന്ധുവുമില്ല, ഒന്നുമില്ല. പിന്നെ ഉണ്ട്, പിന്നെ അവനെൻ്റെ സ്വന്തം ഹൃദയമാണ്, എൻ്റെ ചങ്കാണെന്നൊക്കെ പറയും. പണമുണ്ടോ? ആ ചങ്കിനോട് ചേർത്തുള്ള പോക്കറ്റിനകത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ അതുമില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അധികാര കസേരകളും ആഡംബരങ്ങളും പൊങ്കച്ചത്തരങ്ങളും സ്വന്തം ഭൗതിക നേട്ടങ്ങളും മാത്രമായിട്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുടെ ഇടയിൽ നമ്മൾ വന്ന് ജനിച്ചു. ഇനി മാറ്റമൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മരിച്ചു പോയിട്ടില്ല. സുനിൽ ജീവിച്ചിരിപ്പുണ്ട്. സമാധി എന്ന് വെച്ചാൽ മരണഗുഹ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാന്തല്ലൂർ. അത് ഇടയ്ക്ക് കുറേ എണ്ണം കയറി, പിന്നെ സാമൂഹ്യ ദ്രോഹികൾ കയറി എൻ്റെ ഇരിപ്പിടമൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞെങ്കിലും അതിപ്പോഴും ശക്തമായിട്ട് എൻ്റെ പേരിൽ തന്നെ ശക്തമായിട്ട് നിലനിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ലോകത്ത് മറ്റുള്ളവൻ്റെ സ്വത്തും പണവും സമ്പാദ്യവും തട്ടിയെടുക്കുക, അല്ലെങ്കിൽ ആത്മീയതയിലാണെങ്കിലും ഭൗതികതയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൻ്റെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന കുറേ മനുഷ്യർ, നമ്മൾ ലോകത്തെ ഒന്ന് തിരിച്ചറിയാൻ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഈ സുഖം എന്ന് പറയുന്ന ഒരു അവസ്ഥ, ചിലർ എന്നെ വിളിക്കും, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ വിളിക്കും, സ്വാമി സുഖമാണോ? അപ്പം ഞാൻ പറയും, സുഖം എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് ശരിക്കും അറിയാൻ വയ്യ. സുഖമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ജഡാവസ്ഥയിൽ കിടക്കുമ്പോഴാണ്. ശ്വാസം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് സുഖമെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. നമ്മളൊന്നും അറിയുന്നില്ല. നമ്മുടെ ബോധം നമുക്കുണ്ടാകുകയും നമ്മുടെ ഹൃദയം ചലിക്കുകയും നമ്മുടെ ധമനികളിൽ രക്തമോട്ടം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിന്തകളുണ്ടാകും, ജീവിതത്തെക്കുറിച്ചുള്ള ധാരണകളുണ്ടാകും, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും, ഭൗതിക സുഖങ്ങളും ആത്മീയതയും തമ്മിൽ കെട്ടുപിണയും. അതാണല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മുരാരി ബാബു എന്ന് പറയുന്ന ജ്യോതിഷം പിടിക്കപ്പെട്ടു പോയതാണ്. ആത്മീയതയിൽ അദ്ദേഹത്തിന് ആത്മീയത പറഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹം ഓട്ടോറിക്ഷ ഡ്രൈവറോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ആത്മീയത അങ്ങില്ലാതാകുകയും ഭൗതിക 10-120 വാച്ചും കുറേ വാച്ചുകൾ
പിന്നെ ഡാൻസും പാട്ടും. ഒരു ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്രത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ച പുള്ളിക്ക് പറഞ്ഞു പോകാനുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് സ്വയം നാശത്തിലേക്കുള്ള കുഴി തന്നെ ഉണ്ടാക്കി വെച്ചു. ഒന്നാമത് ഹൈന്ദവത നശിപ്പിക്കാനുള്ള ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. ഹൈന്ദവത തന്നെ കള്ളത്തരമാണ്, ഹൈന്ദവത മുഴുവൻ കാപട്യമാണ്, സ്വാമിമാരും സന്യാസിമാരും എല്ലാം തന്നെ കള്ളന്മാരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും പടർന്ന് പന്തലിക്കുവാണ്. അപ്പോൾ അതിന് വളം വെച്ചു കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്തത്? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നില്ലേ? മനുഷ്യൻ ഏത് മേഖലകളിലും ഇത്തരം മനുഷ്യരുണ്ടല്ലോ, ആത്മീയതയിൽ മാത്രമല്ലല്ലോ, എല്ലാ മേഖലകളിലും ഉണ്ട്. ഇതൊന്നും നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. ഇപ്പം അയ്യപ്പനെ തൊട്ട് കളിച്ചവർ കണ്ടില്ലേ? അയ്യപ്പനെ തൊട്ട് കളിച്ചവരെല്ലാം പോയില്ലേ? ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് മുഴുവൻ പ്രശ്നമായില്ലേ? നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തിയതായിരിക്കും. ആളില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു തരത്തിലും നിലനിൽക്കാൻ പറ്റാത്ത വിധം ഒരു പ്രസ്ഥാനം നശിച്ചു പോകുന്ന നമ്മൾ കണ്ടില്ലേ? ഇപ്പം മനുഷ്യനെ തന്നെ തിരിച്ചറിയാതെ നമ്മൾ എന്താണ്, നമ്മൾ ഇന്നലെ വരെ എങ്ങനെയാണ് ജീവിച്ചത്, ഇനി നാളെ നമ്മൾ എന്നിട്ട് ഇന്നലെ വരെ ജീവിച്ചതിൽ നിന്ന് നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നു, നാളെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്നവരൊരു കാര്യമുണ്ട്, നമ്മൾ കടം മേടിക്കാതിരിക്കുക, ഉള്ളത് കൊണ്ട് അധ്വാനിച്ച് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ എങ്ങനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റും, എനിക്ക് 3 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റും, പിന്നെ നല്ല വസ്ത്രങ്ങൾ എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ചിലവോടുകൂടി കടബാധ്യതകളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, എനിക്കൊരു ചെറിയ ജോലിയാണെങ്കിലും മതി എന്ന് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ലക്ഷങ്ങളുമായിട്ട് പൂജ ആൾ വരും, ഒരു പരിഹാരവും കാണൂല. വെറുതെ ആ പൈസ മേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷേ അത് എനിക്ക് അനുഭവിക്കാൻ പറ്റണ്ടേ? പിന്നീട് എനിക്ക് ഉത്തമ ബോധ്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യൂല. ചെയ്യാൻ പറ്റുന്നതേ പറയൂ, പറയുന്നത് മാത്രമേ ചെയ്യൂ. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ല. ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും നമ്മളെ അങ്ങനെയുള്ള അഡമൻ്റായിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ശത്രുക്കളുണ്ടാവും. ശത്രുക്കളില്ലെങ്കിൽ പിന്നെ എന്തൊരു മനുഷ്യൻ? ഒരുത്തൻ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു, കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വര നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്, കൊന്നിട്ട് പോകൂ? നമ്മൾ ഒളിച്ചോടി പോവില്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് സത്യസന്ധമായി സത്കർമ്മങ്ങൾ ചെയ്ത് നല്ല ധർമ്മമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വെട്ടിപ്പിടിച്ച് ജീവിച്ച് ഭഗവാൻ വിളിക്കുന്ന സമയത്ത് പോകും. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനൊരു ഊർജ്ജം നമുക്ക് വേണം. ഒരുത്തരം ഭയക്കേണ്ട ആവശ്യമില്ല. എന്തിനു ഭയക്കണം? ഭയക്കേണ്ട, തെറ്റ് ചെയ്യുന്നവൻ മാത്രമേ നമുക്ക് ഭയക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ പിണറായി സഖാവ് പറയുന്ന പോലെ മടിയിൽ കനമുള്ളവൻ മാത്രം ഭയന്നാൽ മതി. നമുക്ക് മടിയും ഇല്ല, ഒരു കനവും ഇല്ല. മരിച്ചുപോയോ, നിങ്ങൾ മരിച്ചുപോയോ എന്ന് വിളിച്ചു കേൾക്കുന്ന സമൂഹത്തിലല്ലേ? ഞാൻ ഈ അടുത്ത കാലത്ത് ഒരാൾ കൈരളി ചാനൽ ജോലി ചെയ്തിരുന്ന ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, എനിക്ക് പണ്ട് പരസ്യ കമ്പനി ഉണ്ടായിരുന്ന കാലത്ത് ഏഷ്യാനെറ്റിലേക്ക് ഒരു ബിസിനസ് കിട്ടി, ഒരു ജോലി കിട്ടി. സ്വാമി ഒരു 8 കോടി രൂപയുടെ ബിസിനസ് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും. ഞാൻ പറഞ്ഞു, നീ രക്ഷപ്പെടും. എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. ഞാൻ 8 കോടി രൂപയുടെ ഒരു ബിസിനസ് അപ്പം തന്നെ എഴുതി ഒപ്പിട്ട് സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഞാനും ടീച്ചറോട് ഒരു ചായ കുടിക്കാൻ കയറിയപ്പോൾ വലിയ കാർ കൊണ്ട് നിർത്തി വന്ന് എൻ്റെ മുമ്പിലിരുന്നു. ഞാൻ ശ്രദ്ധിക്കാനേ പോയില്ല. കാരണം 8 കോടി രൂപയില്ല. അദ്ദേഹം വലിയ ഉദ്യോഗസ്ഥനായിപ്പോയി. നമ്മൾ ഈ ചുവപ്പൊക്കെ ഇട്ടുകൊണ്ട് താടിയൊക്കെ വളർത്തി സ്വാമിയായിട്ട് അവിടെ ഇരുന്ന് ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. അദ്ദേഹം ഒന്നും സംസാരിച്ചതുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനം കൊണ്ട്, ഒന്നുമല്ലെങ്കിൽ എൻ്റെ മുമ്പിലൊന്നും വന്ന് ഇരുന്നല്ലോ. അപ്പോൾ നമ്മളൊരാളെ സഹായിക്കുമ്പോൾ ആ സഹായം അങ്ങ് മറന്നേക്കുക. നമ്മളൊരാൾക്കൊരു പണം കൊടുത്താൽ ആ പണം അങ്ങ് വിട്ടേക്കുക. അയാൾക്ക് മനസ്സിതി ഉണ്ടെങ്കിൽ, നല്ല ഗർഭപാത്രത്തിൽ ജനിച്ചതാണെങ്കിൽ, നല്ല പിതാവിന് ജനിച്ചതാണെങ്കിൽ അതിനെക്കുറിച്ച് ബോധമുണ്ടായി ഞാൻ കടം മേടിച്ച പണമാണ്, അതുകൊണ്ട് തിരിച്ചു കൊടുക്കണം, അതിങ്ങനെയാണ്, അത് ഞാൻ കഷ്ടപ്പെട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അദ്ദേഹം വിചാരിക്കണം. അല്ല നമ്മളിത് കിട്ടും, ഇതിന് പലിശ കിട്ടും, ഇത് കുറേ ലാഭം ഉണ്ടാക്കാം, ലക്ഷങ്ങൾ. ഒന്നും നമ്മുടേതല്ല. ഈ ശരീരം പോലും നമ്മുടേതല്ല. ഈ നശിച്ചു പോകുന്ന ശരീരം അല്ലേ, ഈ നശിച്ചു പോകുന്ന ശരീരത്തിൻ്റെ അർത്ഥം എന്താണ്? നശിച്ചു പോകുന്നത്. ഇതുപോലും നമ്മുടേതല്ല. ഇതെല്ലാം നമ്മളിവിടെ ഇട്ടിട്ടേ പോവുള്ളൂ. അധികാര കസേര ഇവിടെ ഇട്ടിട്ട് പോവുള്ളൂ, പ്രശസ്തിയും ഇവിടെ ഇട്ടിട്ട് പോവുള്ളൂ, പ്രശസ്തി പത്രങ്ങളും ഇവിടെ ഇട്ടിട്ട് പോവുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ കൂടെ കൊണ്ടുപോകണം. എന്താണ്? പാപങ്ങൾ, മറ്റുള്ളവനെ ചതിച്ചും പറ്റിച്ചും ഒക്കെ ഉണ്ടാക്കുന്ന ഭാരം, അത് ഈ ആത്മാവിനോടൊപ്പം കാണും. കാരണം എന്താണ്? നീ അടുത്ത ജന്മത്തിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് നീ മരണം കഴിഞ്ഞിട്ടുള്ള ശേഷിക്കുന്ന കാലം ഈ മരണത്തിനോടൊപ്പം തന്നെ അതൊരു ഭാരമായി നിന്നിലേക്ക് വന്ന് ആ ദുരിതം നീ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ട് ഏത് പരിഹാരക്രിയകളും ചെയ്യുന്നതിന് മുമ്പ് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദുരിതങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. നമ്മുടെ പൂർവ്വജന്മത്തിലുള്ള തീർക്കുക, നമ്മുടെ പിതൃക്കളുടെ കാര്യങ്ങൾ തീർക്കുക. ഈ കഴിഞ്ഞ ദിവസം വസ്തുവിന് വേണ്ടിയിട്ട് അടിയുണ്ടാക്കണം. ആ സഹോദരങ്ങൾ തമ്മിൽ ഭീകരടി, സഹോദരങ്ങൾ തമ്മിലടി. അപ്പൂപ്പനുണ്ടാക്കിയ സ്വത്ത്
ഞാൻ ഗണേഷ് കുമാറിൻ്റെ കുടുംബത്തിൻ്റെ കഥ പറഞ്ഞിരുന്നല്ലോ. അത് കേട്ടിട്ട് ഒരാൾ വിളിക്കുവാണ്, സ്വാമി അത് കേട്ട് ഞാൻ നടുങ്ങിപ്പോയി. കുറേ നേരം നമുക്ക് മനുഷ്യൻ എന്താണ് ഈ ഉണ്ടാക്കുന്നത്? കൊച്ചുമക്കൾ അവർക്ക് ഒരു കാര്യം ഞാൻ പറയാം, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കാത്ത പണം കൊണ്ട് ജീവിക്കുന്നവനൊന്നും ഒരു അർഹതയും ഉണ്ടാവില്ല. അവനത് അനുഭവിക്കാൻ പറ്റൂല. നിനക്ക് ജീവിക്കാനുള്ളത് നീ സ്വന്തമായിട്ടുണ്ടാക്കണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? സ്വന്തമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. എൻ്റെ അച്ഛൻ്റെ സ്വത്ത്, കുടുംബസ്വത്തോ അമ്മയുടെ കുടുംബസ്വത്തോ അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല. ഞാനതില്ലേ, എൻ്റെ അമ്മ പറഞ്ഞു അതെല്ലാം സുനി പോയി ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ അമ്മ എനിക്ക് ബിസിനസ്സിന് കുറച്ച് പണം തന്നു. അത് നാട്ടുകാർ പറ്റിച്ചുകൊണ്ട് പോയി, എന്നെ ഇപ്പോഴും പറ്റിച്ചുകൊണ്ട് പോകും. അങ്ങനെ പറ്റിക്കപ്പെട്ടു പോയി. പക്ഷേ ബാക്കിയുള്ള 2 സഹോദരങ്ങൾ കൊടുക്കണം, ഒപ്പിട്ട് കൊടുക്കണം. അവിടെ ചെന്നപ്പം ഒപ്പിടുന്ന ആൾ പറഞ്ഞു, ഞാൻ കപട സന്യാസിക്ക് എഴുതിയിട്ടുണ്ട്, ഇത് വിൽപ്പത്രമാണ്, പിന്നെ അവകാശമില്ല, ഒരു അവകാശമില്ല, എവിടെ ഒപ്പിടണമെന്ന് ഒപ്പിട്ടാൻ കൊടുത്തു. പിന്നെ ഉണ്ടാക്കിയതെല്ലാം നമ്മളാണ്, നമുക്ക് ഈശ്വരൻ തന്നതാണ്, സത്കർമ്മങ്ങളിലൂടെ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയത് ഞാൻ ഒരു നല്ല കാലം വരെ നല്ലപോലെ ജീവിച്ചു. 2012 ആയപ്പം എല്ലാം പോയി. ഒരു ഹേതുവും വേണ്ട, എല്ലാം പോവും. നമ്മൾ തന്നെ ഉള്ള അബദ്ധങ്ങളിലൊക്കെ പോയിപ്പെട്ട് നമ്മുടെ കൂടെയുള്ളവരെല്ലാം കൂടെ നമ്മളെ റെഡിയാക്കി നമ്മൾ ഈ രൂപത്തിലായപ്പം സുനി ജീവിച്ചിരിപ്പുണ്ടോ? നീ ജീവിച്ചിരിപ്പുണ്ടോടെ എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിട്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇല്ലയെന്നും പറയാൻ പോയില്ല. കാരണം അതിന് മറുപടിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ആരെയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ സ്നേഹിച്ചവരെയോ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഉണ്ടോ? നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമുക്കാണ് ബോധ്യപ്പെടേണ്ടത്. നമ്മൾ ജീവിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ആഗ്രഹങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടത്? ആത്മീയമായിട്ടുള്ള ചിന്തകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടത് എന്തൊക്കെയാണ്? അങ്ങനെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ നടക്കുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഭൗതികത പൂർണ്ണമായിട്ട് വിട്ടുപോകുമല്ലോ. സമ്പത്തിനോടുള്ളത്, പിന്നെ ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ ചിന്തകളും, സുഖലോലുപത, കാമക്രോധ മോഹാദികളെല്ലാം പോകും. ഇപ്പം എനിക്ക് ക്രോധം കുറച്ചുണ്ട്, ബാക്കിയൊക്കെ പോയി. പോയതിൽ നിന്ന് നമ്മൾ സ്വയം ചിന്തിക്കും, നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണോ? ഞാൻ കഴിഞ്ഞ ദിവസം ടീച്ചറിനോട് പറഞ്ഞു, എനിക്കൊരു ഏകാന്തത വേണമെന്ന് എനിക്ക് സ്വയം തോന്നുന്നു. എൻ്റെ മനസ്സ് കുറേ നേരം മിണ്ടാതിരിക്കാൻ തോന്നുവാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കാന്തല്ലൂർ പോയാൽ അവിടെയാണ്, എവിടെയാണെങ്കിലും നമ്മളെ സ്നേഹിക്കുന്നവരും പ്രിയപ്പെട്ടവരും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നത് കണ്ടില്ലേ, അമ്മയും മകനും എൻ്റെ അടുത്ത് വന്നു. അവർ പോയി ഈ ഭൂമിയിൽ നിന്ന്. ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുന്നു. എനിക്ക് ആ ദുഃഖം താങ്ങാൻ വയ്യ. ഇന്നത്തെ നടന്ന സംഭവമാണ്. ഇനിയിപ്പോൾ 17 മുതൽ 20 വരെ ഞാൻ വീണ്ടും ഉൾപ്പാലത്തടി തമ്പുരാൻ്റെ അവിടെ ഒരു 20 പേരെ വെച്ച് ഫലം പറയാൻ വെച്ചിട്ടുണ്ട്. പരിഹാരങ്ങളില്ലാതെ ഞാൻ എന്തു ചെയ്യാനാണ് സ്വാമി? പരിഹാരം ഇന്നിപ്പോൾ ഒരു അമ്മ വിളിച്ചു ഇങ്ങോട്ട് വന്നപ്പോൾ, അമ്മയുടെ മകന് ഓരോ അമ്മമാർക്കും മക്കളെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണയാണ്, എൻ്റെ മകനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ലത്. അവനെ ഒരു പെണ്ണിനെ പ്രേമിച്ച് കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പോൾ ഡൈവോഴ്സായിട്ട് നിൽക്കണം. അവളെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. ഒരു കൊച്ചുകൊണ്ട്. അവൾ വളരെ മോശം, അവൾ മന്ത്രവാദിനി, അവളുടെ അമ്മ മന്ത്രവാദിനി. എൻ്റെ മകൻ ഏറ്റവും നല്ലത്. ഞാനിത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. മക്കളെയും മാമ്പൂക്കളെയും കണ്ട് കൊതിക്കരുത്. അമ്മമാർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മക്കൾ ചെയ്തു കൂട്ടുന്ന ഓരോന്ന് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരാൾ വിളിക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണെന്ന്. ഉത്തമമായ ദാമ്പത്യം കുട്ടികൾക്ക് കിട്ടണമെങ്കിൽ പൂർവ്വജന്മ സുഹൃതം മാതാപിതാക്കൾക്ക് വേണം, കുട്ടികൾക്കല്ല. വിവാഹം എടുക്കുമ്പോൾ ജാതക പൊരുത്തം മാത്രമല്ല, മാനസികമായ പൊരുത്തം, പൂർവ്വജന്മത്തിലെ ദോഷങ്ങൾ. ഞാൻ പൂർവ്വജന്മേ നോക്കുള്ളൂ. എൻ്റെ അടുത്ത് തന്നെ എല്ലാ ഞാനൊരു 10 ജാതകമെങ്കിലും ഇപ്പോൾ വേണ്ടാന്ന് വെച്ചു. ഇവിടെ ഉത്തമം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത് 6 മാസം തയ്ക്കില്ല, 3ാമത്തെ ദിവസം അടിച്ചു പിരിയും. ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ. ഞാനിപ്പം മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെക്കുറിച്ചും ജീവിതം എന്താണ് തിരിച്ചറിയ പോകാതെ എന്തൊക്കെയൊക്കെ ഭ്രമിച്ച് ജീവിക്കുന്നവർക്കും സ്വത്തും പണവും സമ്പാദ്യമാണ് ലോകത്തിലെ ഏറ്റവും വലുതാണെന്ന് വിചാരിച്ചത്. ഏത് നിമിഷവും ഒരു ഭീകര ചെകുത്താനെ പോലെ കടന്നു പോകുന്ന രോഗാണു നമ്മുടെ ശരീരത്തിൽ കടന്നു കയറി നമ്മളെ ഇല്ലാതാക്കി, നമ്മുടെ കർമ്മമനുസരിച്ച് നമ്മളെ കിടത്തിക്കളയാതിരുന്നാലും തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ, തിരിഞ്ഞു നോക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാൻ ആളില്ലാതെ നമ്മളെ സ്നേഹിച്ചവരും ചേർത്ത് പിടിച്ചവരും തന്നെ പുറംതിരിഞ്ഞ് പോകാറായില്ലേ? എപ്പോൾ പോവും സ്വാമി? കിടന്ന് അനുഭവിക്കുന്നു. എനിക്ക് ജോലിക്ക് പോകണം, എൻ്റെ കുട്ടികൾക്ക് ജോലിക്ക് പോകണം, എൻ്റെ കൊച്ചുമക്കൾക്ക് ജോലിക്ക് പോകണം, അവർക്ക് വിദേശത്തേക്ക് പോകണം, ടിക്കറ്റ് ഉടനെ എടുത്താൽ പണമാവും. ഇദ്ദേഹത്തിൻ്റെ സ്വത്തല്ല നമ്മുടെ കയ്യിലായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് തീക്കണ്ടത്തിലൊക്കെ വലിച്ചെറിഞ്ഞ് കത്തിച്ച് ചാരമാക്കി വല്ലയിടത്തും കൊണ്ട് ഒഴുക്കി കളഞ്ഞിട്ട്, കായലായാലും കരയായാലും രാമേശ്വരം ആയാലും എവിടെയെങ്കിലും പോണ വഴിക്ക് ഒഴുക്കി കളഞ്ഞിട്ട് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് സമാധാനമായിട്ട് പോകില്ല, സ്വത്തും കൂടെ വിറ്റിട്ട്. അത് ഈ കിഴക്കണ മനുഷ്യനുണ്ടാക്കിയത്. ഇത്തരം ചിന്തകളുമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ വാക്കുകൾ കേട്ട് എനിക്ക് ഒരു അക്ഷരം എഴുതാൻ പറ്റാതായി. 46 പുസ്തകം എഴുതി, 47 പുസ്തകം, 52 പുസ്തകം എഴുതാനുള്ള രചനയിലാണിപ്പോൾ ഞാൻ. ഇത്തരം മനുഷ്യൻ്റെ
മനുഷ്യൻ്റെ ആത്മീയത നശിച്ച് ഭൗതികമായ ചിന്തകളിലൂടെ ഭ്രമിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ വാക്കുകൾ കേട്ട് ഞാൻ മരവിച്ചു പോവുകയാണ്. ദൈവത്തെ ഓർത്ത് നമ്മൾ ചിന്തിക്കൂ. നിൻ്റെ മുന്നോട്ടുള്ള ജീവിതം പ്രപഞ്ചശക്തിയായി ഈശ്വരൻ നൽകുന്നതാണ്. അത് നല്ല കർമ്മം. നിങ്ങൾ ജ്ഞാനപ്പാന കേൾക്കണം, ജ്ഞാനപ്പാന, ഭാഗവതം വായിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ വായിച്ച് അവരവർ ഏത് മതങ്ങളിലാണ് വിശ്വസിക്കുന്നത് അതിലൊക്കെ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ വാക്കുകളും ഋഷിമാരുടെ വാക്കുകളും ഒക്കെ കേട്ട് ബൈബിളൊക്കെ വായിച്ചാലും അതിനകത്തൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വായിച്ച് മുമ്പിലോട്ട് പോയാൽ മഹാദുരിതങ്ങളും ദോഷങ്ങളും ഇല്ലാതെ സമാധാനത്തോടെ വിഷ്ണുപാദത്തിൽ ലയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.